പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിച്ചത് SDPIയുടെ വോട്ട് വാങ്ങിയാണെന്ന് ആർത്തു പറഞ്ഞ് UDFനെ കടന്നാക്രമിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അവരാണിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് SDPയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ മൗനം പാലിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി മുഖ്യമന്ത്രിക്ക് മൗനമാണ്. പക്ഷേ SDPയെക്കുറിച്ച് വാചാലമായി മുഖ്യമന്ത്രി നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അത് കേൾക്കാം. ഇത്തരം ശക്തികൾ നമ്മുടെ നാടിന് പൊതുവായ ആപത്താണ് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. അവരുമായി ഒരു തരത്തിലുള്ള ഒരു ലാഘവത്വവും ഉണ്ടാകാൻ പാടില്ല. ഈ കൊല നടത്താൻ പരിശീലനം നേടുന്ന ചില സംഘങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്നാണ് SDPI. നാട്ടിൽ SDPI എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. തീവ്രവാദപരമായി ചിന്തിക്കുന്നൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ടവർ ചിലയിടത്ത് നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്കെതിരെ പോലീസിന്റെ ഭാഗത്ത് നടപടിയും ഉണ്ടായിട്ടുണ്ടാകാം. SDPIയെ പറയുന്നതിന് നിങ്ങൾക്കെന്തിനാ പൊള്ളുന്നത്? SDPIയെ പറയുന്നത് നിങ്ങൾക്കെന്തിനാണ് പൊള്ളേണ്ട കാര്യം? SDPIയെ സംരക്ഷിക്കേണ്ട കാര്യം ഇവർക്കെന്താണ്? സംഘപരിവാറിനെ നേരിടാൻ കരുത്തുണ്ട് എന്ന് കരുതുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ ചില തീവ്രവാദ വിഭാഗക്കാരുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ കരുത്ത് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഭൂരിപക്ഷ വിഭാഗത്തിലെ തീവ്രവാദ വിഭാഗമായ RSSന്റെ കരുത്ത് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. SDPI ആണ് പരസ്യമായി ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. ഈ 2 വിഭാഗവും അത്തരമൊരു സാഹചര്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഒരുമ്പെടുന്നു എന്നത് ഗൗരവമായി നാം കാണുന്നു. അധികം പഴയതല്ല കേട്ടോ. ഏതാണ്ട് 4-5 വർഷത്തിനകം മുഖ്യമന്ത്രി പറഞ്ഞ പ്രതികരണങ്ങളാണിത്. നിയമസഭയിൽ SDPIയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്കെന്തിനാണ് പൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ UDFന് നേർക്ക് കൈചൂണ്ടിയാണ് ചോദിച്ചത്. ഇന്ന് മാധ്യമപ്രവർത്തകർ SDPIയെക്കുറിച്ച് ചോദിക്കുമ്പോൾ വാർത്താ സമ്മേളനങ്ങളിൽ പൊള്ളുന്നത് മുഖ്യമന്ത്രിക്കാണ്. ഈ വെൽഫെയർ പാർട്ടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ SDPIയുടെ വോട്ട് കണക്ക് പല മണ്ഡലങ്ങളിലും നിർണായകമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിൽ ജയിച്ച പാർട്ടിയാണ് SDPI. 277 വാർഡുകളിൽ 2ാം സ്ഥാനത്തെത്തി. ഈ വേങ്ങരയും പൂഞ്ഞാറും കരുനാഗപ്പള്ളിയും കുറ്റ്യാടിയും തുടങ്ങിയ മണ്ഡലങ്ങളിൽ കേരളം അങ്ങോളം ഇങ്ങോളം സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മൗനത്തിനർത്ഥം കൃത്യമാണ്. വോട്ട് ഞങ്ങൾക്കാണ് കിട്ടുന്നതെങ്കിൽ മൗനം. ഒറ്റ കാര്യമേ ഉള്ളൂ, ഞങ്ങളാണ് വർഗീയതയ്ക്കെതിരായ പോരാളികളെന്ന് ഇനി വന്നിരുന്ന മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും ജനങ്ങളോട് പറയരുത്. ജനമത് പുച്ഛിച്ച് തള്ളും. മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എന്താണ് പ്രതികരിച്ചതെന്ന് കേരളം കണ്ടതാണ്. സാധാരണഗതിയിൽ ചോദ്യങ്ങളോട് ക്ഷുഭിതനായി മറുപടി പറയുന്ന മുഖ്യമന്ത്രി ഇന്ന് SDPIയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ എണീറ്റ് പോവുകയായിരുന്നു ചെയ്തത്. എണീറ്റ് പോയ മുഖ്യമന്ത്രി തിരിച്ചു വന്നു. പക്ഷേ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി അല്ല വന്നത്.